ഈ പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് വിരുദ്ധമായ അഭിപ്രായം പറയുന്നുണ്ട്. നേരത്തെ ഈ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി ഉള്ള ഒരു പാട്ടിനെ കുറിച്ച് വർഗീയമായി അതിനെ വ്യാഖ്യാനിച്ച് പ്രചരിപ്പിക്കുക എന്നിട്ട് VT ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഇപ്പോൾ KC വേണുഗോപാൽ അതേക്കുറിച്ച് സംസാരിക്കും. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തോറ്റതിന് യഥാർത്ഥ കാരണം കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് തോറ്റത് അത് കണ്ടുപിടിക്കാതെ പല പാട്ട് എഴുതിയ കുട്ടികളെയൊക്കെ കണ്ടുപിടിച്ചിട്ട് കേസെടുക്കാൻ മെനക്കെട്ടാൽ ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഇവരുടെ എല്ലാ ശ്രമങ്ങളും വീണ്ടും വീണ്ടും കുഴിയിലേക്ക് വീഴുന്ന രീതിയിലാണ്. അത്രേ അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഒരു പാട്ടിൻ്റെ കാര്യം കൊണ്ട് ഒരു പാട്ട് കൊണ്ടാണ് ഇലക്ഷൻ ജയിക്കുന്നത്. സോണിയാഗാന്ധിയെക്കുറിച്ച്, നരേന്ദ്രമോദിയെക്കുറിച്ച്, അല്ലെങ്കിൽ പിണറായി വിജയനെക്കുറിച്ച് എന്തെല്ലാം പാട്ടുകൾ ആരൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ആ രീതിയിൽ അതിനെ കാണുന്നതിന് പകരം അത് വേറെ രീതിയിൽ കാണുന്നതിനാണ്. അതിലും വർഗീയത കാണുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ നിയമവിദഗ്ധൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ഈ പ്രശാന്ത് പത്മനാഭൻ, ഈ DGPക്ക് ഒരു പരാതി ഇന്നലെ കിട്ടിയിരുന്നു. ഒരു ഭക്തിഗാനത്തെ വികലമാക്കിയെന്നാണ് അതിൽ പറയുന്ന കാര്യം. അപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു ഭക്തിഗാനത്തെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ആ പരാതിക്കാരൻ്റെ ആക്ഷേപം. CPMന്റെ സൈബർ ഹാൻഡിലുകളും ഇപ്പോൾ LF കൺവീനറുമൊക്കെ അത് പരിശോധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സ്വാമി അയ്യപ്പോ എന്നുള്ള ഈ വളരെ മനോഹരമായ പ്രസിദ്ധമായ ഗാനത്തിന് ഏതാണ്ട് ഒരു 30 വർഷം മുമ്പ് നാദിർ ഷാ ഒരു പാരഡി ഇറക്കിയിട്ടുണ്ട്, മന്ത്രിയെ പയ്യപ്പോ എന്ന് പറഞ്ഞ്. ഇപ്പോൾ അതും ഒരു രാഷ്ട്രീയ വിമർശനമാണ്. അന്ന് കരുണാകരനെതിരെ ഉയർന്ന ഒരു രാഷ്ട്രീയ വിമർശനമായിരുന്നു. പക്ഷേ ഇന്ന് അത് സ്വർണ്ണക്കൊള്ളക്കെതിരെ വിമർശനമാണ്. ഇതിനെങ്ങനെ കാണുന്നു? ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണോ, അതല്ല വിശ്വാസത്തെ ഹനിച്ചോ? വിശ്വാസത്തെ ഒട്ടും ഹനിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ജനാധിപത്യത്തിന്റെ ഒരു അടിത്തറ തന്നെയാണ്. ഭരണത്തിലിരിക്കുന്നവരുടെ തെറ്റായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കാനും അതിന് തമാശ രൂപേണ അവതരിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്വാതന്ത്ര്യമാണ്. പൗരന്മാർക്ക് ഏതർത്ഥത്തിലും ഭരണത്തിലിരിക്കുന്നവരുടെ നയങ്ങളെയും അതിലെ തെറ്റുകളെയും ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ, അത് തമാശ രൂപേണ അവതരിപ്പിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. ഇത് പല ഹൈക്കോടതി ജഡ്ജ്മെന്റ്സിനും സുപ്രീം കോടതി വിധികൾക്കും ഒക്കെ എതിരാണ്. ഇതിനകത്ത് വിശ്വാസത്തെ ഹനിക്കുന്ന യാതൊന്നുമില്ല. വിശ്വാസത്തെ ഹനിക്കുന്നതോ അല്ലെങ്കിൽ വിശ്വാസികളെ കളിയാക്കുന്നതോ ആരുടെയെങ്കിലും മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതോ ആയിട്ടുള്ള യാതൊരു ഐഡിയയും ഇതിനില്ല. ഇല്ലെന്ന് മാത്രമല്ല, അത് ഭരണത്തിലിരിക്കുന്നവർക്ക് വളരെ വിഷമുണ്ടാക്കുന്ന, അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ, അവർക്ക് അപ്രിയമായിട്ടുള്ള സത്യങ്ങൾ തമാശ രൂപേണ അവതരിപ്പിക്കുന്നതാണ്. ഇത് ഒരു ക്ലാസിക്കൽ ദുരുപയോഗത്തിന്റെ ഒരു ഉദാഹരണമാണ്. കേരളത്തിൽ മാത്രമല്ല, ബംഗാളിലെ പണ്ടിതുപോലെ ഒരു പ്രൊഫസറെ അറസ്റ്റ് ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ കാർട്ടൂൺ വരച്ചതിന്. അതുപോലെ പല സംസ്ഥാനങ്ങളിലും, പണ്ട് തമിഴ്നാട്ടിൽ ഇതുപോലെ ഒരു എഴുത്തുകാരന്റെ കാര്യങ്ങളിൽ ഇടപെട്ടപ്പോൾ ഞാൻ എഴുത്ത് നിർത്തുകയാണെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് നിർത്തേണ്ടി വന്നു. പിന്നെ മദ്രാസ് ഹൈക്കോടതിയാണ് അത് തിരുത്തിയത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല, ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് വേണ്ടത് ഗവൺമെന്റ്, അല്ലാതെ അടിച്ചമർത്താൻ ശ്രമിക്കുകയല്ല വേണ്ടത്. DGPക്ക് കൊടുത്ത പരാതി ദുരുദ്ദേശപരമാണ്. അതിൽ നിയമത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനാണ് ഈ വാർത്തയോട് പ്രതികരിച്ചത്. എന്തായാലും DGPക്ക് ലഭിച്ച പരാതി DGPക്ക് കൈമാറിയിട്ടുണ്ട്. കേസെടുക്കണമോ എന്ന് അന്വേഷിച്ച് പരിശോധിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച ചർച്ച വളരെ സജീവമാണ്. ബാങ്കുളിയുടെ ട്യൂണിൽ ഒരു രാഷ്ട്രീയ വിമർശന ആക്ഷേപാസ്യ ഗാനം തയ്യാറാക്കുമോ എന്നൊക്കെയാണ് മുസ്ലിം ലീഗുകാരോട് CPMന്റെ അണികൾ ഫേസ്ബുക്കിലും മറ്റും ചോദിക്കുന്നത്. നേരെ തിരിച്ച് ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മാത്രം പ്രശ്നമാണ്, ഇതിനെ വർഗീയവൽക്കരിക്കരുതെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഫേസ്ബുക്കിൽ തന്നെ ചോദിക്കുകയും ചെയ്തു. അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച ചർച്ച വളരെ സജീവമാണ്.